30 വർഷത്തിലേറെ വത്തിക്കാനിലെ മുഖ്യ ഭൂതോച്ചാടകനായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോർത്തിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഭൂതോച്ചാടനത്തിന്റെ നിഗൂഢവും പലപ്പോഴും തണുപ്പിക്കുന്നതുമായ ലോകത്തേക്ക് പോപ്പിന്റെ ഭൂതോച്ചാടകനായിരുന്നിറങ്ങുന്നു. പൈശാചിക ശക്തിയുമായുള്ള ഏറ്റുമുട്ടലിന് പേരുകേട്ട ഫാദർ അമോർത്ത് 10,000-കണക്കിന് ഭൂതോച്ചാടനങ്ങൾ നടത്തിയെന്ന് കരുതപ്പെടുന്നു. മനുഷ്യന്റെ വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും പരിധികൾ പരീക്ഷിക്കുന്ന ശക്തമായ സ്ഥാപനങ്ങളോട് താൻ യുദ്ധം ചെയ്തു എന്ന് അവകാശപ്പെടുന്നു. തിന്മയെ ചെറുക്കുന്നതിൽ കത്തോലിക്ക സഭയുടെ പങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതയും പിരിമുറക്കവും ഉയർത്തിക്കാട്ടുന്നു. സിനിമ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളെ വളരെയധികം ആകർഷിക്കുന്നു. വിശ്വാസത്തിലും സന്ദേഹവാദത്തിലും വേരൂന്നി ആഖ്യാനം ആത്മീയ യുദ്ധത്തിനും മാനസിക ആഘാതത്തിനും ഇടയിലുള്ള മൂടുപടം പരിവേഷണം ചെയ്യുന്നു. അത് കൈവശത്തിന്റെ സ്വഭാവത്തിന്റെയും അമാനുഷികതയുടെ യാഥാർത്ഥ്യത്തെയും പ്രേക്ഷകരെ ചോദ്യം ചെയ്യുന്നു. വത്തിക്കാനുള്ള രഹസ്യവും ഫാദർ അമോർത്ത് മാർപ്പാപ്പയ്ക്ക് നൽകിയ നേരിട്ടുള്ള റിപ്പോർട്ടുകളും ഗൂഢാലോചനയെ ആഴത്തിലാക്കുന്നു. സിനിമാറ്റിക് ചിത്രീകരണങ്ങളിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ഇരുണ്ട യാഥാർത്ഥ്യം അതിന്റെ നിഗൂഢമായ വശീകരണത്തിന് താഴെയുണ്ട്. ആചാരങ്ങൾ തന്നെ തീവ്രവും കഠിനവുമാണ്. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ശാശ്വതമായ മുറിവുകൾ അവശേഷിക്കുന്നു. വിമർശകർ വാദിക്കുന്നത് ഭൂതോച്ചാടനം ആത്മീയ ഇടപെടലുകളുമായി അവതരിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ മാനസിക രോഗ പ്രശ്നങ്ങൾ നിലനിച്ചേക്കാം. കത്തോലിക്ക സഭ അതിന്റെ ഭൂതോച്ചാരണ സമ്പ്രദായങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നു. ഈ ആചാരങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇരുണ്ട സംഭവങ്ങളെ മൂടിവെക്കലും പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള പിരിമുറുക്കത്തെ സ്പർശിക്കുന്ന ചിത്രം ഭൂതോച്ചാടനത്തെ ആത്മീയ വിശ്വാസത്തിനായുള്ള ഒരു യുദ്ധഭൂമിയായും ആധുനിക ലോകത്തിലെ വിവാദങ്ങളുടെ ഉറവിടമായി ചിത്രീകരിക്കുന്നു. ഈ ദ്വന്ദ്വവിശ്വസ്തമായ ഭക്തിയും മനുഷ്യന്റെ ദുർബലതയും മാർപ്പാപ്പയുടെ ഭൂതോച്ചാടനത്തിന്റെ മനുഷ്യരാശിയുടെ ആഴത്തുള്ള ഭയങ്ങളെ അസ്വസ്ഥകരമായി പരിവേഷണമാക്കി മാറ്റുന്നു.